ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഒത്തിരി നാളുകൊണ്ട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ സോപ്പിന് പകരം എന്താ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ സോപ്പിന് പകരം ഉപയോഗിക്കാൻ ഞാൻ നല്ലൊരു സ്ക്രബ്ബ് കൊണ്ടുവന്നതാണ് കേട്ടോ. സ്ക്രബ്ബ് വിത്ത് സോപ്പ് രണ്ടും കൂടെ ചേർന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഏറ്റവും ആദ്യം പറയേണ്ടത് സ്കിന്നിലുണ്ടാകുന്ന ഡിസ്കളറേഷൻ, അതായത് കറുപ്പ് നിറങ്ങൾ, അതുപോലെ വെളുത്ത പുള്ളികൾ, ബ്രൗൺ പുള്ളികൾ തുടങ്ങിയുള്ള ഡിസ്കളറേഷൻ, അതുപോലെ സ്ട്രെച്ച് മാർക്ക്. വലിയ സ്ട്രെച്ച് മാർക്കൊന്നും അല്ല കേട്ടോ, നമുക്കിങ്ങനെ ബോഡിയിലുണ്ടാവുന്ന ചെറിയ ചെറിയ അങ്ങനെയുള്ള മാർക്കുകൾ. അതുപോലെ തന്നെ പിന്നെന്താ പറയണേ, നമുക്ക് ചിലവർക്ക് ഭയങ്കര ചില സ്ഥലങ്ങളിലൊക്കെ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫംഗസിൻ്റെ ബാക്ടീരിയലൊക്കെ ആക്ഷൻ മൂലം ഉണ്ടാവുന്ന അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഇത് നല്ലതാണ് കേട്ടോ. കൂടാതെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവും. അതിന് കാരണം ഇത് നമ്മൾ തേച്ച് കുളിക്കുമ്പോൾ ഡെഡ് സ്കിന്നൊക്കെ പോകും. ഡെഡ് സ്കിന്നൊക്കെ പോയി സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും, പിന്നെ നല്ല തിളക്കം കിട്ടും. അതിലെല്ലാത്തിലും ഉപരി ഈർപ്പം നിലനിർത്തുന്നതിനും ഞാൻ ഈ പറയുന്ന സ്ക്രബ്ബ് ഉപകാരപ്പെടും കേട്ടോ. ഇനി ഇതിന് എന്തൊക്കെയാണെന്നോ വേണ്ടത്, നമ്മളിത് ഉണ്ടാക്കാൻ പോവുകയാണേ. അതിനായിട്ട് നമുക്ക് ഓട്സ് വേണേ. ഓട്സ് 2 ടേബിൾ സ്പൂൺ വേണം. അതുപോലെ ഓറഞ്ച് പീൽ പൗഡർ 2 ടേബിൾ സ്പൂൺ വേണം. കോക്കനട്ട് ഓയിൽ 1 ടേബിൾ സ്പൂൺ വേണം. അതോടൊപ്പം തന്നെ പിന്നെ ചെറുപയർ പൊടി ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്തോളൂ. ഇനി ഓറഞ്ച് പീൽ പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചെറുപയർ പൊടി മാത്രം മതി കേട്ടോ, 2 സ്പൂൺ എടുക്കാം. അപ്പോൾ അത് പിന്നെ കോക്കനട്ട് ഓയിൽ 1 സ്പൂൺ, പിന്നെ പഞ്ചസാര 1 സ്പൂൺ. പഞ്ചസാര നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വാങ്ങുന്ന ബ്രൗൺ നിറത്തിലുണ്ടെങ്കിൽ നല്ലതാണ്, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പഞ്ചസാര തന്നെ എടുക്കാം. പിന്നെ ബോഡി വാഷ് ജെല്ല് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ 2 സ്പൂൺ എടുക്കാം. അതല്ല നിങ്ങളുടെ വീട്ടിൽ ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിലുണ്ട്. ഇനി ഇല്ലാത്തവർ പിയേഴ്സ് സോപ്പോ അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബേബി സോപ്പോ എന്തെങ്കിലും നമുക്ക് അരിഞ്ഞ് ഒരു 2 സ്പൂൺ എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയട്ടെ, സ്കിന്നിൽ നമുക്ക് തേച്ച് കുളിക്കാൻ പറ്റുന്ന സ്ക്രബിനായിട്ട് ഓട്സ് 2 ടേബിൾ സ്പൂൺ വേണം, ഓറഞ്ച് പീൽ പൗഡർ 2 സ്പൂൺ വേണം, ചെറുപയർ പൊടി 2 സ്പൂൺ വേണം, കോക്കനട്ട് ഓയിൽ 1 സ്പൂൺ വേണം, പഞ്ചസാര 1 സ്പൂൺ വേണം, ബേബി വാഷ് ജെല്ല് അതല്ലെങ്കിൽ പിയേഴ്സ് സോപ്പ് 2 സ്പൂൺ അരിഞ്ഞെടുത്ത്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടിച്ചെടുത്തില്ല, ഇനി നിങ്ങളൊരു 10 മിനിറ്റ് നേരം മുന്നേ ഇതെല്ലാം കൂടെ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അവിടെ വെച്ചാലും ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് അലിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് ദേഹത്തെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇത് വെച്ച് അങ്ങ് മസാജ് ചെയ്തിട്ട് കുളിക്കണം. ഓക്കെ, ഇത് കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും, നല്ല തൊടുമ്പോഴൊക്കെ നല്ല മിനുസം തോന്നിയും ആ ഡെഡ് സ്കിന്നൊക്കെ പോയി സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും. ഇത് ഇടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അതല്ലെങ്കിൽ ഇടവിട്ട ദിവസമോ ആഴ്ചയിൽ 2 ദിവസമോ ആഴ്ചയിൽ 1 ദിവസമോ എങ്ങനെയാണെങ്കിലും ഇത് ഉപയോഗിക്കാം. പിന്നെ നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിലും സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിലും ഇതിപ്പോൾ ഇച്ചിരി നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് ജാറിലോ എന്തെങ്കിലും നന്നായിട്ട് അടച്ചൊരു ഡപ്പയിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേശ്ശെ എടുക്കാൻ സാധിക്കും. ഇത് നല്ല ഒന്നാന്തരം ബോഡി വാഷ് സ്ക്രബ് ആണ് കേട്ടോ. ഇനി നമുക്കിതിൽ എടുത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഓട്സ് എടുക്കാം. ഓട്സ് നിറയെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ പോകുന്നതിനും അതുപോലെ UV റേസിന് മൂലമുണ്ടാവുന്ന സ്കിന്നിലുണ്ടാവുന്ന ഡാമേജ് പോകുന്നതിനും എല്ലാത്തിലുപരി അകാല വാർദ്ധക്യത്തെ, അതായത് സ്കിന്നിൽ വരുന്ന ചേഞ്ചസ്, അപ്പോൾ അതാണ് നമ്മൾ UV റേസിൽ നിന്ന് വരുന്ന ഡാമേജും ഒരു കാരണമാണ്. സ്കിന്നിൽ വരുന്ന ചുളിവുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള അകാല വാർദ്ധക്യ ലക്ഷണങ്ങൾ തടയുന്നതിനും ഏറ്റവും നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ്. പിന്നെ ഇതിൽ ധാരാളം ആമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്നിലുണ്ടാവുന്ന ഡിസ്കളറേഷൻ പോയി സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവുന്നതിനും അതോടൊപ്പം തന്നെ ഡെഡ് സ്കിൻ എക്സ്പോളിയേഷനാണ്. അപ്പോൾ ഡെഡ് സ്കിൻ പോകും. ഇതിലെല്ലാത്തിലുപരി ഈർപ്പം നിലനിർത്തും, മോയ്സ്ചറൈസറാണ്. ഇതാണ് പിന്നെ ഓട്സിൻ്റെ ഗുണങ്ങൾ ഇതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക്
ഓറഞ്ച് പീൽ പൗഡറിൻ്റെ ഗുണങ്ങൾ. ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് കാണാത്തവർക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചാണ്. ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുമ്പോൾ നല്ല ഒന്നാന്തര എക്സ്ഫോലിയേഷനാണ്. അപ്പം തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയി സ്കിന്നൊക്കെ തിളങ്ങുന്നതിന് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് സ്കിന്ന് ബ്രൈറ്റ് ആവുന്നതിനും ഡാർക്ക് സ്പോട്ട് പോകുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പം നമ്മൾ ഓറഞ്ച് കഴിച്ചിട്ട് അതിൻ്റെ തോല് കളയാതെ നന്നായിട്ട് കഴുകണം കേട്ടോ. കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് അരിച്ചു വെച്ചിരുന്ന 1 വർഷം നമുക്കിത് ഉപയോഗിക്കാം. ഒരു കേടും ആവില്ല നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിലുപയോഗിക്കുന്ന ചെറുപയർ പൊടിയാണ്, ഗ്രീൻ ഗ്രാം പൗഡർ. ഇതും നല്ല ഒന്നാന്തര എക്സ്ഫോലിയേഷനാണ്. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ ഗ്ലോ ആവുന്നതിനും സൺ ടാൻ പോകുന്നതിനും എല്ലാത്തിനും ഈ പിന്നെ ചെറുപയർ പൊടി നമുക്ക് ഗുണം ചെയ്യും നമ്മുടെ ശരീരത്തിന്. പിന്നെ കോക്കനട്ട് ഓയിലിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. മെയിനായിട്ട് നമ്മളിതിൽ ചേർക്കുമ്പോൾ സ്കിന്ന് നല്ല ഈർപ്പം നിലനിർത്താൻ നല്ല മോയ്സ്ചറൈസറാണ്. പിന്നെ അതിലുപരി സ്കിന്നിലുണ്ടാവുന്ന ഇച്ചിങ്, ചൊറിച്ചൽ അങ്ങനെയുള്ളതൊക്കെ മാറുന്നതിന് ആവശ്യമായ ആൻറ്റി ഫംഗൽ ഉണ്ട് ഇതിനകത്ത്. ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുടി വളരാൻ മാത്രമല്ല, ദേഹത്തെ മോയ്സ്ചറൈസറിന് മാത്രമല്ല, ഇങ്ങനെ ഫംഗൽ ബാക്ടീരിയ മുതലായവ തടഞ്ഞു നിർത്തുന്നതിനും അതിൻ്റെ പിന്നെ ഇത് കുറയ്ക്കുന്നതിനും ഡാമേജസ് കുറയ്ക്കുന്നതിനും കോക്കനട്ട് ഓയിലിന് കഴിയും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? പഞ്ചസാര എന്ന് പറയുമ്പോൾ പിന്നെ ഗ്ലൈക്കോളിക് ആസിഡാണ്. ഗ്ലൈക്കോളിക് ആസിഡ് എല്ലാ ക്ലെൻസറും, നമ്മൾ ഏത് ക്ലെൻസർ വാങ്ങിയാലും അതിൽ ഗ്ലൈക്കോളിക് ആസിഡാണ് മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് പഞ്ചസാരയിൽ ധാരാളം ഉണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര പിന്നെ ഇതിൽ ചേർക്കുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയി അതുപോലെ തന്നെ പുതിയ സെൽസ് പെട്ടെന്ന് വരുന്നതിനും എല്ലാത്തിനും ഈ ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ പഞ്ചസാര ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ബോഡി വാഷ് ജെല്ലുണ്ടെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ബേബി സോപ്പ് നമുക്കിതിൽ ഉപയോഗിക്കാം കേട്ടോ. അതാണ് നമ്മൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളാണ് ഞാനീ പറഞ്ഞതെല്ലാം. അപ്പോൾ എൻ്റെ ഈ ബോഡി വാഷ് ജെല്ല് സ്ക്രബ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പം നിങ്ങളിത് പിന്നെ സോപ്പിന് പകരം നിങ്ങൾക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഇത്ര ഗുണങ്ങളും ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം, റിസൾട്ട് എന്നെ അറിയിക്കണം. ഓക്കെ, പിന്നെ ഇനി എൻ്റെ കാര്യം പറയാറായല്ലോ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ എനിക്ക് ഒത്തിരി പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, അപ്പം എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.